കാരണവരെ 2009 നവംബർ 8-ാം തീയതി രാവിലെ വീടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ തോർത്തിൽ ക്ലോറോഫോമിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഷെറിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. ഒരു കൊലപാതകമാണ്, സ്വന്തം അമ്മായിയച്ഛനെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കെ ഷെറിനും ബാസിദ് അലിയും തമ്മിൽ ഷെറിൻ്റെ റൂമിൽ വെച്ച് ശാരീരിക ഏർപ്പെട്ടു. തൻ്റെ കാലശേഷം സ്വത്തുക്കളുടെ 75% ബിനുവിൻ്റെയും അതുപോലെ തന്നെ ഷെറിൻ്റെയും പേരിൽ എഴുതി വെക്കുമെന്ന് ഭാസ്കര കാരണവർ ഈ വിവാഹ സമയത്ത് തന്നെ ഷെറിന് ഉറപ്പ് നൽകിയിരുന്നു. പരോളിനിറങ്ങുന്ന ഷെറിൻ പല പുരുഷന്മാരുമായും ഒപ്പം കഴിയുന്നുണ്ട്. അതൊക്കെയാണ് ഷെറിന് ജയിലിൽ സുഖവാസമാണ് എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, കേരളത്തിലെ ക്രൈം മിസ്റ്ററി കേസുകളിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു ക്രൈമായിരുന്നു ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ വധം. മോഷണത്തിനിടെയുണ്ടായ ഒരു കൊലപാതകമെന്നായിരുന്നു പോലീസിൻ്റെ ആദ്യ നിഗമനമെങ്കിൽ പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തി. ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ വലിയ കോളിളക്കവും വാർത്താ പ്രാധാന്യവും ഒക്കെ നേടിയ ഒരു കേസാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് ചെങ്ങന്നൂർ ചെറിയ നാട് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രവാസി വ്യവസായിയാണ് ഈ ഭാസ്കര കാരണവരെ 2009 നവംബർ 8-ാം തീയതി രാവിലെ വീടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കിടപ്പ് മുറിയിൽ മലർന്നു കിടക്കുകയായിരുന്നു. ഒരു മുണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത്, ഉടുമുണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. സമീപത്ത് ഒരു തോർത്തും പിന്നീട് ഒരു തലയിണയും ഈ സമീപത്ത് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ശരീരത്തിൽ നിന്നും മാറി, തലയിണ സാധാരണ തലയിലാണല്ലോ വെക്കാറുള്ളത്, ഇത് മാറി കിടക്കുകയായിരുന്നു. അതുപോലെ ഒരു തോർത്തും, ആ തോർത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ്. അത് ബെഡിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയായിരുന്നു. ഈ തോർത്തിൽ ക്ലോറോഫോമിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അന്നേ ദിവസം രാവിലെ ഈ സാധാരണ ഭാസ്കര കാരണവർ ഈ മുറി അടച്ചല്ല, ലോക്ക് ചെയ്തല്ല കിടന്ന് ഉറങ്ങാറുള്ളത്. അത് തുറന്നിട്ടാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. കാരണം പ്രായമുള്ള മനുഷ്യനാണ്, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാവിലെ ബെഡ് കോഫി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് അദ്ദേഹത്തിന് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫി തൻ്റെ തലയ്ക്കരികിൽ തന്നെ ടേബിളിൽ ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ രാവിലെ കമലമ്മ എന്ന് പറയുന്നത് അവിടുത്തെ വീട്ടുജോലിക്കാരിയാണ്. ഈ വീട്ടുജോലിക്കാരി ബെഡ് കോഫി ഇട്ട് അവിടേക്ക് ഈ മുറിയിലേക്ക്, അവർ പുറത്താണ് താമസിക്കുന്നത്, മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവരവിടെ എത്തി അവർക്ക് ഒരു സെപ്പറേറ്റ് താക്കോൽ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ കീ തുറന്ന് അകത്ത് കയറവേ ഹാളിൽ മുളക് പൊടിയുടെ സാന്നിധ്യം കണ്ടെത്തി. പിന്നീട് ഇവർ കിച്ചണിലേക്ക് പോയപ്പോൾ കിച്ചണിലും മുളക് പൊടിയുടെ സാന്നിധ്യം കണ്ടെത്തി. അതായത് കിച്ചണിലിരുന്ന മുളക് പൊടി ഹാളിലും കിച്ചണിലുമൊക്കെ വാരി വിതറിയിരിക്കുന്നതാണ് കമലമ്മ കാണുന്ന ഒരു ദൃശ്യം. അപ്പോൾ കമലമ്മ ഇത് എന്ത് പറ്റിയെന്നുള്ള കാര്യം ആലോചിച്ച്, പ്രത്യേകിച്ചും ഈ കാരണവരുടെ മകൻ ഭാസ്കര കാരണവരുടെ മകൻ ബിനു ഒരു മെൻ്റലി ചലഞ്ചിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്രമ സംഭവങ്ങളല്ല, ഓരോ മാനസിക അസ്വാസ്ഥ്യം കാണിക്കുന്ന രീതി ബിനുവിനുണ്ട്. അപ്പോൾ കമലമ്മയുടെ സംശയം അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ, പക്ഷേ ബിനു അവിടെ സ്ഥലത്തില്ല എന്നുള്ള കാര്യവും കമലമ്മയ്ക്ക് അറിയാം. ബിനു ആ സ്ഥലത്തില്ല വീട്ടിലില്ല എന്നുള്ള കാര്യവും കമലമ്മയ്ക്ക് അറിയാം. ഇനി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതിരുന്ന ആ സ്ത്രീ എങ്കിലും ബെഡ് കോഫി ഇട്ട് തയ്യാറാക്കി മുകളിലത്തെ മുറിയിൽ ഭാസ്കര കാരണവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഭാസ്കര കാരണവരുടെ മുറിയിലും ബെഡിലും മുളക് പൊടി വിതറിയിട്ടുണ്ട്. ഭാസ്കര കാരണവർ കണ്ണടച്ച് മലർന്ന് കിടക്കുകയാണ്. ഉടുമുണ്ട് അതുപോലെ തന്നെ കൃത്യമായി യാതൊരു വ്യത്യാസവുമില്ലാതെ മാറിക്കിടക്കുകയൊന്നും അല്ലാതെ കൃത്യമായി ഉടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു സംശയമായി, ബെഡിലേക്കുമൊക്കെ മുളക് പൊടി വിതറിയിരിക്കുന്നു. ഭാസ്കര കാരണവർ ഇങ്ങനെ കിടക്കുകയുമാണ്. ഇവർ ഭാസ്കര കാരണവരെ വിളിച്ചപ്പോൾ ഭാസ്കര കാരണവർ ഉണരുന്നില്ല. സാധാരണ ഒരു വിളിയൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ഉണർന്നെഴുന്നേക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ട്, ഭാസ്കര കാരണവർക്ക്. അപ്പോൾ അദ്ദേഹം ഉണരുന്നില്ല. തുടർന്ന് ഇവർ നേരെ ഷെറിൻ്റെ റൂമിലേക്ക് പോയി. ഷെറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനുവിൻ്റെ ഭാര്യ. ബിനുവിന് ഈ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ബിനുവിനെ ഒരു കൂട്ടായി ഭാസ്കര കാരണവർ കണ്ടെത്തിയ ഒരാളാണ് ഈ ഷെറിൻ. അതോടൊപ്പം ഷെറിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ ഷെറിൻ. അപ്പോൾ ഷെറിന് ആവശ്യത്തിന് പണവും കാര്യങ്ങളും സ്വർണവും എല്ലാം തന്നെ സാധാരണ ഇങ്ങോട്ടാണല്ലോ കിട്ടാറുള്ളത്, അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ വിവാഹം ഭാസ്കര കാരണവർ നടത്തിയത്. പ്രത്യേകിച്ചും ഈ ബിനുവിനെ ഒരു കൂട്ട്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ മകൻ ബിനുവിന്
എപ്പോഴെങ്കിലും ഒരു ഒറ്റയ്ക്കായി പോകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെറിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. മാത്രമല്ല തൻ്റെ കാലശേഷം സ്വത്തുക്കളുടെ 75% ബിനുവിൻ്റെയും അതുപോലെ തന്നെ ഷെറിൻ്റെയും പേരിൽ എഴുതി വെക്കുമെന്ന് ഭാസ്കരക്കാരനവർ ഈ വിവാഹ സമയത്ത് തന്നെ ഷെറിന് ഉറപ്പ് നൽകിയിരുന്നു. അതായത് ഷെറിൻ്റെ പേരിൽ എഴുതി വെച്ച് കൊടുക്കും, ബിനുവിനെ നോക്കണമെന്ന ഉടമ്പടിയോടുകൂടി. ആ രീതിയിലാണ് ഇവരുടെ വിവാഹ കരാർ ഉണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് അമേരിക്കയിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞിരുന്നു. അമേരിക്കയിലും പോയിട്ടുണ്ട്. ഒരു വർഷത്തോളം ഭാസ്കരക്കാരനവരും കുടുംബവും താമസിച്ചിരുന്ന അമേരിക്കയിലായിരുന്നു. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് അവരെല്ലാവരും നാട്ടിലെത്തുന്നത്. അങ്ങനെ ഈ ഒരു കരാറിലെ ഉടമ്പടി അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവർ നേരെ ഷെറിനെ ചെന്ന് വിളിച്ചു. അങ്ങനെ ഷെറിൻ വന്നു. ഷെറിൻ ഞെട്ടിപ്പോയി. ഷെറിനും വന്നു. ഈ ഭാസ്കരക്കാരനവരെ വിളിച്ചു നോക്കി. ഭാസ്കരക്കാരനവർ അനങ്ങുന്നില്ല. ഉടൻ തന്നെ ഇവർ നേരെ ഈ വീട്ടിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായി ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് ഈ വീട്ടിലെ ഡ്രൈവറായിട്ടുള്ള ഉദയനാണ്. ഇവർ പോയി ഉദയനെ വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും പോയി, കമലമ്മയും ഷെറിനും പോയി ഉദയനെ പരിഭ്രാന്തിയോട് കൂടി ഓടിപ്പോവുകയാണ്. കമലമ്മ ഇതിന്റെ പിന്നാലെ ഷെറിന് ഓടിപ്പോകുന്നു. ഷെറിനും പിന്നെ കമലമ്മയും ചെന്ന് പരിഭ്രാന്തിയോട് കൂടി ഉദയനെ വിളിക്കുകയും ഉദയൻ വന്ന് ഈ ഭാസ്കരക്കാരനവരെ നോക്കുകയും ഉദയൻ ഈ മരണം ഉറപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഉദയൻ അടുത്ത വീട്ടിലേക്ക് ഓടി. സമീപവാസിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ഓടിച്ചെന്നു. ഉദയൻ ഓടിച്ചെന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള വാസുദേവനെ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വാസുദേവൻ ഈ സ്ഥലത്തേക്ക് എത്തി. വാസുദേവനും പരിശോധിച്ചു, മരണം ഉറപ്പാക്കി. തുടർന്നാണ് ചെങ്ങന്നൂർ CI പിന്നെ ജ്യോതികുമാറിലേക്ക് ഈ വിവരം എത്തുന്നത്. ജ്യോതികുമാറിനെ വിളിച്ചറിയിച്ചു, ഇതുപോലെ ഒരു സംഭവം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു അറിയിച്ചു, ഇതുപോലെ ഭാസ്കരക്കാരനവർ മരണപ്പെട്ടു, സംഭവത്തിൽ സംശയമുണ്ട്, സ്ഥലത്ത് മുളക് പൊടിയുടെ സാന്നിധ്യമുണ്ടെന്നൊക്കെ ഈ വാസുദേവൻ വിളിച്ച് ജ്യോതികുമാറിനോട് പറഞ്ഞു. അങ്ങനെ ജ്യോതികുമാറും പോലീസ് സംഘവും ഈ ചെറിയനാട്ടെ വീട്ടിലേക്ക് എത്തി. അതിനോടകം തന്നെ ചെറിയനാട് പ്രദേശത്ത് ഭാസ്കരക്കാരനവരെ സംബന്ധിച്ച് ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടുവെന്നും മോഷണ ശ്രമത്തിനിടയിലാണ് കൊലപാതകം സംഭവിച്ചതെന്നും ഒക്കെയുള്ള വിവരം നാടാകെ പരന്നു. പോലീസ് എത്തിയപ്പോഴത്തേക്കും നാട്ടുകാരും അവിടെ സംഘമായി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഭാസ്കരക്കാരനവരുടെ മുറി ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അലങ്കോലമായി മൊത്തത്തിൽ അലമാരിയെല്ലാം കുത്തി തുറന്ന് ഇട്ടിരിക്കുകയാണ്. ഭാസ്കരക്കാരനവരുടെ ഫോൺ കാണാനില്ല, ലാപ്ടോപ്പ് കാണാനില്ല, അതുപോലെ തന്നെ കഴുത്തിൽ കിടന്ന ഒരു സ്വർണം കെട്ടിയ മാല, സ്വർണ്ണ രുദ്രാക്ഷം കെട്ടിയ സ്വർണ്ണമാല, ആ മാല കാണാനില്ല, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കാണാനില്ല. അങ്ങനെ വലിയൊരു മോഷണം തന്നെ അവിടെ ആ മുറിയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പം ആദ്യഘട്ടത്തിൽ മോഷണ ശ്രമത്തിനിടെ നടത്തിയ കൊലപാതകം. പക്ഷേ കൊലപാതകി എങ്ങനെ അകത്തു വന്നു? വീടിൻ്റെ പിന്നിലോ മുന്നിലോ ഒരു പൂട്ടുപോലും പൊളിച്ചിട്ടില്ല. പുറകുവശത്തെ അടുക്കളവാതിൽ കമലമ്മ ചെല്ലുമ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു, കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അകത്തേക്ക് വന്ന അക്രമി പുറത്തേക്ക് പോയത് അടുക്കളവാതിൽ വഴിയാണെന്ന് പോലീസ് അവിടെ ഉറപ്പിച്ചു. അതായത് അകത്തേക്ക് എങ്ങനെയോ വീട്ടിനുള്ളിലേക്ക് അക്രമി കടന്നെത്തുകയും പിന്നീട് ഈ കൃത്യം നിർവഹിച്ച ശേഷം അക്രമി അടുക്കളവാതിൽ വഴി പുറത്തുപോയി. അങ്ങനെ പോലീസിന് ഇതൊരു മോഷണ ശ്രമം എന്ന രീതിയിൽ നടത്തി. പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തി. സമീപത്തെ മോഷ്ടാക്കളുടെ പട്ടിക, പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, അതുപോലെ തന്നെ കൊല്ലം ജില്ല തുടങ്ങിയ സമീപ ജില്ലകളിലൊക്കെ തന്നെ മോഷ്ടാക്കളുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി. അടുത്തിടെ മോഷണം കഴിഞ്ഞ് മോഷണ കേസുകളിൽ ജയിലിലാവുകയും പുറത്തിറങ്ങുകയും ചെയ്ത പ്രതികളുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ഇവരെയെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് ഓരോരുത്തരായി ലിസ്റ്റിൽ നിന്ന് വെട്ടി. കാര്യം ഇവരാരും ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല, ഈ ഒരു മോഷണത്തിലേക്ക് ഇവരാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒക്കെ തന്നെ ഈ ലിസ്റ്റിൽ നിന്നും മാറ്റി. ഏതാണ്ട് 150-ലധികം പേരുടെ പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയത്. അതായത് മോഷണം നടത്താൻ ഈ ഭാസ്കരക്കാരനവരുടെ വീട്ടിൽ മോഷണം നടത്താൻ സാധ്യതയുള്ള ആളുകളുടെ. ഡ്രൈവർ ഉദയനെ ഒരു ദിവസത്തിലധികമാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഡ്രൈവർ ഉദയനെ അടക്കം പോലീസിന് സംശയമുണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ ആക്സസ് ഉള്ള ഒരാൾക്കായിരിക്കാം ഈ കൊലപാതകത്തിൽ സാധ്യത എന്നുകൂടി സംശയിച്ചിരുന്നു. പക്ഷേ പോലീസിന് ഒരിക്കലും ഷെറിനെ സംശയം തോന്നിയില്ല. കാരണം പോലീസ് കണ്ടെടുത്ത ഒരു വിൽപത്രം എന്ന് പറയുന്നത് സ്വത്തുക്കളൊക്കെ ഷെറിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രമാണ് പോലീസിന് അവിടെ നിന്ന് ലഭിച്ച ഒരു രേഖ. പക്ഷേ ആ വിൽപത്രം പിൽക്കാലത്ത് റദ്ദാക്കിയിരുന്നു. ആ പിൽക്കാലത്ത് പിന്നീട് റദ്ദാക്കിയ വിൽപത്രമാണ്. പക്ഷേ പഴയ വിൽപത്രം പോലീസിന് അവിടെ നിന്നും ലഭിച്ചു. അന്നേരമൊന്നും ഈ റദ്ദാക്കിയ കഥയൊന്നും പുറത്തു വരുന്നില്ലല്ലോ. റദ്ദാക്കിയിട്ടുണ്ടെന്ന് ഷെറിന് പോലും അറിയില്ലായിരുന്നു. പിന്നീടാണ് ഷെറിൻ കൊലപാതക കേസിൽ വിചാരണയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതെല്ലാം
ഭാസ്കരക്കാരൻ അവർ നേരത്തെ തന്നെ ഇത് റദ്ദാക്കിയെന്ന്. ആ സംഭവത്തിലേക്ക് കൂടി ഒന്ന് പോകണം. കാരണം ഷെറിൻ്റെ കല്യാണം, മകനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഷെറിനെ ഈ ഓർക്കൂട്ട്, അന്നത്തെ സാമൂഹിക മാധ്യമമാണ് ഓർക്കൂട്ട്, ഫേസ്ബുക്കില്ല, അത്ര ജനപ്രീതി ഫേസ്ബുക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2007 ആ കാലഘട്ടത്തിൽ ഷെറിനെ ഓർക്കൂട്ട് ഉപയോഗം വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പരിചയപ്പെടുന്ന പുരുഷ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു ഈ ബന്ധങ്ങളൊക്കെ തുടർന്നതെങ്കിൽ പിന്നീട് വീട്ടിലേക്ക് സന്ദർശകർ പതിവായി എത്തി തുടങ്ങിയിരുന്നു. ഇത് കാരണം അവരെ അസ്വസ്ഥരാക്കിയിരുന്നു. മരുമകളുടെ ഒരു പിടിവിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് മുൻപ് തയ്യാറാക്കിയ ഒരു വിൽപത്രം റദ്ദാക്കുന്ന രീതിയിലേക്ക് കാരണവർ പോകുന്നത്. അതെ, ഇവർ ഓർക്കുട്ട് വഴി പരിചയപ്പെട്ട ആളാണ് ഈ കേസിലെ രണ്ടാമത്തെ പ്രതി പോലും. രണ്ടാമത്തെ പ്രതിയും ഓർക്കുട്ട് വഴി പരിചയപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഷെറിനിലേക്ക് പോലീസിന് സംശയം ആ ഘട്ടത്തിലൊന്നും പോയില്ല. ഈ പറയുന്ന 150-ലധികം പേരുടെയും പരിശോധിച്ച് ശരിക്കും കേസ് ഒരു ഡെഡ് എൻഡായി. ഇനിയൊന്നും ചെയ്യാനില്ല കേസിൽ, പരിശോധിക്കുവാൻ വേണ്ടി ഒരു ഘട്ടവുമില്ല. ഭാസ്കരക്കാരനവരുടെ സഞ്ചയനം കഴിയാതെ ഷെറിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കമലമ്മയെയും ഈ പറയുന്ന ഉദയനെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്തു. ആദ്യം ദൃക്സാക്ഷിയായിട്ടുള്ള ആദ്യം കണ്ട ആളാണല്ലോ കമലമ്മ. കമലമ്മയെ ദീർഘനേരം പോലീസ് ചോദ്യം ചെയ്തു, ഉദയനെ ദീർഘനേരം പോലീസ് ചോദ്യം ചെയ്തു. ഷെറിനോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, പക്ഷെ അപ്പോഴൊന്നും ഷെറിൻ പിടികൊടുത്തില്ല. ഷെറിനോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഷെറിൻ പറഞ്ഞ ഒരു മൊഴി, ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ പിൻഭാഗത്ത് സ്ലൈഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ആ ജനൽ സ്ലൈഡ് ചെയ്യുകയാണ്, അതിന് കുറ്റിയില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അതുവഴി ആയിരിക്കാം മോഷ്ടാക്കൾ ഈ വീടിനുള്ളിൽ കടന്നത് എന്ന് പോലീസിനോട്, ജ്യോതികുമാറിനോട് ഷെറിൻ പറഞ്ഞു. ജ്യോതികുമാറും സംഘവും വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് പോയി. രണ്ടാമത്തെ നിലയിൽ ചെന്നപ്പോൾ ഷെറിൻ പറഞ്ഞത് ശരിയാണ്, പിൻഭാഗത്ത് സ്ലൈഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിന് ലോക്കുമില്ല, അത് ആർക്ക് വേണമെങ്കിലും പുറത്ത് നിന്ന് നീക്കിയാൽ തുറക്കാൻ പറ്റും. ഇപ്പം പോലീസ് അകത്ത് നിന്ന് നോക്കിയപ്പോൾ എന്താ, നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്ന് മനസ്സിലായി. പോലീസ് നേരെ പുറത്തു വന്നു. പോലീസ് ഇങ്ങനെ പുറത്തു നിന്നും ഈ സ്ലൈഡ് ചെയ്യുന്ന ജനലിലേക്ക് നോക്കിയപ്പോൾ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, എന്തെങ്കിലും ഒരു സഹായമില്ലാതെ. അതായത് ഒന്നുകിൽ ഒരു ഏണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വെളിയിൽ നിന്നും കതക് തുറന്നു കൊടുക്കണം, എങ്കിൽ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പുറത്ത് നിന്ന് കതക് അകത്ത് നിന്ന് കതക് തുറന്നു കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് കയറിപ്പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പോലീസ് നോക്കുമ്പോൾ ഇത് മറ്റൊരാളെ എടുത്ത് പൊക്കിയാൽ പോലും ഇത് പിടുത്തം കിട്ടുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല, ആ വീടിൻ്റെ പിൻഭാഗത്തില്ല. ഒരു പൈപ്പ് ലൈനോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് എവിടെ പിടിച്ച് ഒരാളെ എടുത്ത് പൊക്കിയെന്ന് വെച്ചോ, എടുത്ത് പൊക്കിയാൽ പോലും ഈ രണ്ടാമത്തെ ആൾക്ക്, മുകളിലിരിക്കുന്ന ആൾക്ക് കയറി പിടിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഈ സ്ലൈഡ് ചെയ്യുന്ന ജനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അവിടെ ഒരു ഏണി വേണം, ഏണി ഉണ്ടെങ്കിലേ ഇത് സാധിക്കുകയുള്ളൂ. പോലീസിൻ്റെ രണ്ടാമത്തെ സംശയം ഈ വീടിൻ്റെ പരിസരത്ത് ഏണിയുണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ പോലീസ് ഈ വീടിൻ്റെ പരിസരമാകെ പരിശോധിച്ചപ്പോൾ സംശയം ശരിയാണ്, ഒരു ഭാഗത്ത് ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഈ ഏണി, അതങ്ങനെയാണ് നമ്മുടെ ഈ പോലീസിലെ ഏണിക്കഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പോലീസ് അക്കാഡമിയിലൊക്കെ പോലീസുകാരെ പഠിപ്പിക്കുന്ന കഥയാണ് ഏണിക്കഥ, പോലീസിൻ്റെ ഏണിക്കഥ. അങ്ങനെ ഈ ജ്യോതികുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും അവരെ പോലീസുകാർ പറഞ്ഞു, സാർ ഇതുപോലെ ഏണി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരെ തൊട്ടില്ല, കാരണം വിരലടയാളം വരാൻ സാധ്യതയുണ്ടല്ലോ. പോലീസ് അത് തൊട്ടില്ല. അങ്ങനെ പോലീസുകാർ എന്നിട്ടുണ്ട്, സാർ ഇതുപോലെ ഏണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോതികുമാർ അവിടെ വിട്ടില്ല. ജ്യോതികുമാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറൻസിക്കിനെ വിളിച്ചു വരുത്തുന്നതിനെ കൊണ്ട് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് ഈ ഏണിയുടെ പടികൾ പരിശോധിച്ചു. പടികൾ പരിശോധിച്ചപ്പോൾ ഈ പടികളിലെല്ലാം തന്നെ പൊടിയുണ്ട്. പൊടി ഇങ്ങനെ നല്ല പോലെ കട്ട പിടിച്ച് പൊടി ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാ പടിയിലും ഉണ്ട്. അപ്പോൾ അതായത് ഈ ഏണി ഉപയോഗിച്ചിട്ടില്ല. അതാണ് ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ ഫോറൻസിക്കിനെ വിളിച്ച് തൻ്റെ സംശയം കൂടുതൽ സ്ഥിരീകരിച്ചു. ഫോറൻസിക്കിനെ വിളിച്ച് പരിശോധിച്ചപ്പോൾ അതിനടുത്തെങ്ങും അതിലാരും കയറിയിട്ടില്ല എന്ന് ഫോറൻസിക്കും അദ്ദേഹത്തിനൊരു ഉറപ്പ് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. തുടർന്നാണ് ഷെറിനെ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി രണ്ടാമത്തെ മുറിയിൽ ഭാസ്കരക്കാരനവർ മരിച്ചു കിടന്ന അതേ മുറിയിലേക്ക് ഷെറിനെ വിളിച്ചു വരുന്നത്. പോലീസിനൊരു പ്രത്യേകതയുണ്ട്,
അതായത് ഭാസ്കരക്കാരനവർ ആരൊരാൾ കൊല്ലപ്പെട്ടാലും അയാളുമായി ആത്മബന്ധമുള്ള അല്ലെങ്കിൽ അയാളുമായി അടുത്ത് നിന്ന ഒരാളാണ് കൊലപാതകി എന്നുണ്ടെങ്കിൽ ആ കൊലപാതകിയുടെ ഇൻട്രോഗേഷൻ കൊലപാതകം നടന്ന സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ കൊലപാതകി പാളും. സസ്പെക്റ്റിൻ്റെ പിന്നെ ഈ പറയുന്ന ചോദ്യം ചെയ്യൽ അവിടെ നടത്തുകയാണെങ്കിൽ പാളും എന്ന് പോലീസിന് അറിയാം. പോലീസിൻ്റെ ഒരു രീതി അതാണ്. നേരെ ഷെറിനെ ഭാസ്കരക്കാരനവർ മരിച്ചു കിടന്ന അതേ കട്ടിൽ ബെഡിൽ കൊണ്ടുവന്ന് പോലീസ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഷെറിൻ അവിടെ ഇരുന്നു. പോലീസ് കസേര നീക്കിയിട്ട് ഷെറിൻ്റെ മുന്നിലിരുന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഷെറിൻ്റെ ഇത്രയും കാലം പഠിച്ചു വെച്ച കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞുപോയി. അടപടലം ഷെറിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അതായത് ഷെറിന് പിന്നെ ഒരു കാമുകനുണ്ടായിരുന്നു. ഈ കാമുകൻ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു. ബാസിദ് അലി എന്നാണ് അവൻ്റെ പേര്. അവൻ സ്ഥിരമായി ഈ വീട്ടിൽ എത്താറുണ്ടായിരുന്നു. ഈ വീട്ടിലെത്തുകയും ഇവർ സ്ഥിരമായി അവിടെ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഷെറിൻ്റെ റൂമിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇത് ബിനു ഉള്ളപ്പോഴും നടന്നിട്ടുണ്ട്. അതായത് മകൻ ബിനു ഈ റൂമിലുള്ള സമയത്തും അതുപോലെ തന്നെ ഇല്ലാത്ത സമയത്തും എല്ലാം തന്നെ ഈ ബാസിദ് അലി അവിടെ വരികയും ബാസിദ് അലിയും ഷെറിനും കൂടി അവിടെ മദ്യപിക്കുകയും ഇതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഇവരുടെ മുന്നോട്ട് പോക്കിനിടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. അതായത് ഈ റദ്ദാക്കിയ കാര്യം, പിന്നെ വിൽപത്രം റദ്ദാക്കിയ വിവരം ഷെറിൻ അതിന് മുമ്പേ അറിഞ്ഞിരുന്നു. അപ്പം ഷെറിൻ അറിയുകയും ഷെറിൻ ഇത് ബാസിദ് അലിയുമായി പങ്കുവെക്കുകയും ചെയ്തു. ബാസിദ് അലിയുമായി പങ്കുവെച്ച ശേഷം ബാസിദ് അലിയും ഷെറിനുമായിട്ട് ഒരു ഗൂഢാലോചന തയ്യാറാക്കുന്നു. അതായത് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭാസ്കരക്കാരനവരെ ഇല്ലാതാക്കണം. അങ്ങനെയാണ് നവംബർ 7-ാം തീയതി രാത്രിയിൽ പിന്നെ ബാസിദ് അലി, ഷാനു റഷീദ്, നിതിൻ ഇങ്ങനെ 3 പേര് അവിടേക്ക് എത്തുന്നത്. ഇവർ 3 പേരും വീട്ടിലെത്തിയപ്പോൾ ഉദയനത്തിന് മുമ്പ് തന്നെ വീട്ടിൽ പറയുന്ന പോലെ ഔട്ട് ഹൗസിൽ കയറി കിടന്നുറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവരെ 3 പേരെയും പിൻവശത്തെ വാതിൽ തുറന്ന് ഷെറിൻ അകത്ത് കയറ്റിയ ഷെറിൻ നേരെ ബാസിദ് അലിയും ഷെറിൻ പോകുന്നത് ഷെറിൻ്റെ റൂമിലേക്കാണ്. മറ്റു 2 പേരും മറ്റൊരു റൂമിലേക്കും പോവുകയുണ്ടായി. ഇതിനുശേഷം ഷെറിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. ഒരു കൊലപാതകമാണ്, സ്വന്തം അമ്മായിയച്ഛനെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കെ ഷെറിനും ബാസിദ് അലിയും തമ്മിൽ ഷെറിൻ്റെ റൂമിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതായത് ഒരു കൊലപാതകത്തിന് തൊട്ട് മുമ്പും അത്തരത്തിലുള്ള ഒരു മൈൻഡാണ് ഷെറിനുള്ളത്. ഈ ടെൻഷൻസോ അല്ലെങ്കിൽ നടത്താൻ പോകുന്നത് സ്വന്തം അമ്മായിയച്ഛനെ കൊല്ലാനാണ് ഇവർ വന്നിരിക്കുന്നത്. ക്രൈമിൻ്റെ ഒരു സ്വഭാവം പോലും അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് ഷെറിൻ ഇടപെട്ടത്. അവിടെ വെച്ച് ബാസിദ് അലിയും ഷെറിനും മദ്യപിക്കുന്നു. തുടർന്ന് ബാക്കി മദ്യം ഷാനു റഷീദിനും നിതിനും നൽകുന്നു. ഇതിന് ശേഷമാണ് നിതിനും ഷാനു റഷീദും അതുപോലെ തന്നെ ബാസിദ് അലിയും കൂടി ഭാസ്കരക്കാരനവരുടെ റൂമിലേക്ക് ചെല്ലുന്നത്. റൂമിൽ ചെല്ലുമ്പോൾ ഭാസ്കരക്കാരനവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇവർ തോർത്തിൽ ക്ലോറോഫോം മുക്കി ഈ ഭാസ്കരക്കാരനവരുടെ മൂക്കിൽ മണപ്പിക്കാൻ ശ്രമിച്ചു. ഭാസ്കരക്കാരനവർ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം കുതറി മാറാൻ ഇവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ നിതിൻ കാലിൽ കയറി ഇരുന്നു കൊണ്ട് ഭാസ്കരക്കാരനവരുടെ കാലനക്കാതെ കാലുകൊണ്ട് ഇരിക്കുകയും പിന്നെ ഷാനു റഷീദ് പിന്നെ തലയാണ എടുത്ത് ഇദ്ദേഹത്തെ തോർത്ത് മൂക്കിൽ വെച്ചുകൊണ്ട് തന്നെ തലയാണ എടുത്ത് ഭാസ്കരക്കാരനവരുടെ മുഖത്തേക്ക് അമർത്തുകയും 2 കൈയും ബാസിദ് അലി മുറുക്കെ പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ അമർത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം ഇവർ നടത്തുന്നത്. ഈ കൊലപാതകത്തിൻ്റെ രീതി ഇതായിരുന്നുവെന്ന് ഷെറിൻ പോലീസിനോട് സമ്മതിച്ചു. അങ്ങനെ പോലീസ് ഷെറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗൂഢാലോചന, കൊലപാതകമടക്കമുള്ള വകുപ്പ് ചുമത്തി ഷെറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഷെറിനെ പിടിക്കപ്പെടാൻ വേറൊരു കാര്യമുണ്ട്. ബാസിദ് അലിയിലേക്ക് എത്താൻ വേറൊരു കാര്യമുണ്ട്. ഷെറിൻ്റെ CDR എടുത്തു. കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്തപ്പോൾ ഷെറിൻ പലതവണ ബാസിദ് അലിയെ വിളിച്ചിട്ടുണ്ട്. ബാസിദ് അലി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്, കൊലപാതകത്തിന് ശേഷവും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കോൾ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷെറിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷെറിന് അതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാനും ആ ഘട്ടത്തിൽ സാധിച്ചില്ല. ഇതൊക്കെയാണ് കൊലപാതകം തെളിഞ്ഞു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഷെറിൻ്റെ കഥ പൊളിഞ്ഞു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. പക്ഷേ ഷെറിനെ പിടികൂടിയപ്പോഴും ബാസിദ് അലിയെയും ഷാനു റഷീദിനെയും നിതിനെയും കിട്ടിയില്ല.
ഇവർ 3 പേരും സംസ്ഥാനം വിട്ടു. 3 പേരും സംസ്ഥാനം വിട്ടു. അവർ പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലും ഒളിവിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ദീർഘ ദിവസങ്ങളോളം അവർ ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ പണം തീർന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലെ ഒരു സുഹൃത്തിനെ ഈ ഷാനു റഷീദ് വിളിച്ചു. അവിടെ നിന്നാണ് കർണാടകയിൽ നിന്നും ഇവരെ കേരള പോലീസ് പിടികൂടുന്നത്. ഇതിൻ്റെ വിചാരണ നടന്നത് 90 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം കൊടുത്തു. 90 ദിവസം, അതായത് ഈ പറയുന്ന 3 പേരെ പിടിച്ച് 3 ആഴ്ചക്കകം തന്നെ കുറ്റപത്രം ചെന്നു. 3 ആഴ്ചക്കകം തന്നെ കുറ്റപത്രം കൊടുത്തു. അതുപോലെ തന്നെ മാവേലിക്കര അതിവേഗ കോടതിയായിരുന്നു ഇതിൻ്റെ വിചാരണ നടത്തിയത്. 1.5 മാസം കൊണ്ട് തന്നെ കേസിൻ്റെ വിചാരണ വിധി വന്നു. വിധിയിൽ ഷെറിന് 3 ജീവപര്യന്തം, ഷാനു റഷീദിനും ബാസിദ് അലിക്കും അതുപോലെ തന്നെ നിതിനും 2 ജീവപര്യന്തം. ഈ ബാസിദ് അലി പിന്നീട് നമ്മുടെ ഈ പൂജപ്പുര ആത്മഹത്യാശ്രമമൊക്കെ നടത്തി. ഈ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യാശ്രമമൊക്കെ നടത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അയാളുടെ ജീവൻ രക്ഷിച്ചു. ഇപ്പോഴും അവിടെ ജയിലിലാണ്. ഒരു 4 പേര് ഇപ്പോൾ ജയിലിലാണ്. ഷെറിനെ സംബന്ധിച്ചിടത്തോളം ഷെറിനെ സംബന്ധിച്ച് പിന്നെയും ഒരുപാട് കഥകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ പുറത്ത് പരോളിനിറങ്ങുന്ന ഷെറിൻ പല പുരുഷന്മാരുമായും ഒപ്പം കഴിയുന്നുണ്ട്. അതൊക്കെയാണ് ഷെറിന് ജയിലിൽ സുഖവാസമാണ് എന്നുള്ള കഥകളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഷെറിന് ഈ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. ഷെറിൻ്റെ സ്കിൻ പ്രോബ്ലം ഉള്ള ആളാണ് ഷെറിൻ. അതുകൊണ്ട് ഷെറിന് ഫേസ് വാഷ് അടക്കമുള്ള സാധനങ്ങൾ കൊടുക്കണമെന്നുള്ള സൺസ്ക്രീം അടക്കമുള്ളത് കൊടുക്കണമെന്നുള്ള റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഷെറിനെ വെയിലത്തധികം ഇറക്കാറില്ല. വെയിലത്തിറക്കി പുറത്തെ ജോലിക്കൊന്നും ഷെറിനെ കൊണ്ടുപോകാറില്ല. ജയിലിനുള്ളിൽ സുഖവാസമാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഷെറിനെ പലതവണ ജയിലൊക്കെ മാറ്റിയതാണ്. ഇപ്പോൾ വനിതാ ജയിലിലാണ് ഷെറിൻ ഉള്ളത്. അപ്പോൾ ഷെറിനെ പലതവണ ആദ്യം ഇടയ്ക്ക് വിയൂരൊക്കെ മാറ്റിയിരുന്നു. കാരണം ഓരോ ജയിലിൽ കൊണ്ടുപോകുമ്പോഴും ഷെറിൻ അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തൻ്റെ സുഖകരമായിട്ടുള്ള ജീവിതത്തിനുള്ള സാഹചര്യം ഷെറിൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലതവണ മാധ്യമങ്ങളിൽ വരികയും ഷെറിൻ്റെ ജയിലുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഷെറിന് ഡോക്ടേഴ്സിനെ അടക്കം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതിനനുകൂലമായ റിപ്പോർട്ട് വാങ്ങുകയും ജയിലിൽ ഭാരിച്ച ജോലികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം ഷെറിന് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും ഷെറിന് സുഖവാസമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാണ് ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ്. എന്തായാലും ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ വധം കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു ക്രൈമായിരുന്നു. അതിനുശേഷം ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ഏകദേശം 4 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഷെറിൻ്റെ മകനെയും ഷെറിൻ്റെ ഭർത്താവിനെയും പിന്നീട് അവരുടെ സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഷെറിൻ ഇപ്പോഴും ജയിലിലാണ്, കൂട്ടുപ്രതികളും ജയിലിലാണ്. ഇതാണ് ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ വധം.